മംഗളൂരുവിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. കൊലക്കേസ് പ്രതിയും ബജ്രംഗ് ദൾ പ്രവർത്തനവുമായ സുഹാസ് ഷെട്ടിയാണ് വെട്ടിക്കൊന്നത്. ഗുരുതരമായി പരിക്കേറ്റ സുഹാസ് ഷെട്ടിയെ ഉടൻ തന്നെ എജെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കെ വി ബൈജു വിവരങ്ങളുമായി. ബൈജു, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോഴും ചോദിച്ചിരുന്നു, അങ്ങനെ അവിടെ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ അത്രയും സെൻസിറ്റീവായ ഒരു മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന്. അതുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ തീവ്ര നിലപാടുള്ള ബജ്രംഗ് ദൾ നേതാവായ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? അതെ ശ്രീജ, ഈ മംഗളൂരു പരിസര പ്രദേശങ്ങളും വലിയ ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ആൾക്കൂട്ട കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി നേരത്തെ 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. അതായത് പ്രവീൺ നെട്ടാരു, RSS BJP പ്രവർത്തനായ പ്രവീൺ നെട്ടാരുവിനെ കൊലപാതകത്തിനെ തുടർന്ന് ഉണ്ടായ 3 കൊലപാതകം, അതിൽ ഒരു കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി. ആ കേസുമായി ഇതിന് ബന്ധമുണ്ടോ, അതല്ല ഈ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിന് തുടർച്ചയായി നടന്ന കൊലപാതകമോ, ഇതൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നു. എന്തായാലും മംഗളൂരുവിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ ഇരു സമുദായങ്ങൾ തമ്മിലുള്ള ഈ ഒരു സംഘർഷവും കൊലപാതകവും ഒക്കെ നടക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യം, ഈ കൊലപാതകം നടത്തുന്ന ആ ദൃശ്യം വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഏതായാലും ബജ്പെ കിന്നിപ്പദം ക്രോസിൽ വെച്ചാണ് ആളുകളൊക്കെ നോക്കി നിൽക്കെ ഈ സുഹാസിനെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ സുഹാസ് ഷെട്ടി ഒരു മത്സ്യവണ്ടിയിൽ സഞ്ചരിക്കവേ കാർഡും പിക്കപ്പ് വാനിലുമായി എത്തിയ 6ഓളം ആക്രമികളാണ് വണ്ടി തടഞ്ഞ് ഇയാളെ ക്രൂരമായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം എജെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും ഈ പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കാസർഗോഡ് ജില്ലയിൽ, അതായത് അതിർത്തി ജില്ലയായതുകൊണ്ട് തന്നെ നേരത്തെ കാസർഗോഡ് ജില്ലയുടെ മഞ്ചേശ്വരം മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഏതായാലും സംഘർഷം ഈ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കേരള പോലീസും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. കൂടുതൽ പോലീസിനെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. വാഹന പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഈ കൊല്ലപ്പെട്ട സുഹാസ് ഗുണ്ടാ ലിസ്റ്റിൽ വരെ ഉൾപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ നടന്ന കൊലപാതകവുമായി ഇത് ബന്ധമുണ്ടോ, അതല്ല ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് തുടർച്ചയായി നടന്ന ഒരു കൊലപാതകമാണോ എന്നതൊക്കെ. ഏതായാലും പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പ്രതികളെ പിടികൂടാനുള്ള ഊർജിതമായ തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. 6 പേരാണ് കൃത്യമായി കൊലപാതകം നടത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ സംബന്ധിച്ച് പോലീസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം 10 മണിയോടുകൂടി ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഏതായാലും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ 21 പേരെയാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇനിയും ആ കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാവാനുണ്ട്. ഏതായാലും ഈ ദൃശ്യം, ഈ കൊലപാതകം നടത്തുന്ന ദൃശ്യം വ്യാപകമായി സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒരു ഓഡിയോ സന്ദേശങ്ങളും പോകുന്നുണ്ട്. അതായത് മംഗളൂരുവിൽ പോകുന്നവർ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അത്തരത്തിലുള്ള സന്ദേശം ഒക്കെ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ മംഗളൂരു പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഈ കൊലപാതകമായി തുടർന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകൻ കൂടിയാണ് ഈ കൊല്ലപ്പെട്ട സുഹാസ്. ഏതായാലും ഇന്ന് രാവിലെ പ്രതിഷേധ പ്രകടനമൊക്കെ രാവിലെ ഉണ്ട് ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ. 2 കൊലക്കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ മറ്റ് നിരവധി അടിപിടി കേസുകളിലൊക്കെ പ്രതിയായ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. ശ്രീജ, ശരി. കെ ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതാണ് പോലീസിനെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്യുകയാണ്. വളരെ സെൻസിറ്റീവായ ഒരു മേഖലയാണ് മാംഗ്ലൂരു. എപ്പോഴും ഇത്തരം വർഗീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കർണാടക പോലീസും ഒപ്പം അതിർത്തി മേഖല കേരളവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ രീതിയിൽ അതിൻ്റെ എപ്പോഴും പ്രത്യാഘാതങ്ങൾ ഇവിടെ കാസർഗോഡ് മേഖലയിലും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ജാഗ്രതയോടെയാണ് കേരള പോലീസും ഉള്ളത്. 잤잖아. আর বুঝতে